അപ്പോൾ ഞാൻ ഇനി ഇത് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ കേക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കാണാലോ, 2 ലെയറായിട്ടിരിക്കുന്നുണ്ടോ? ഇതാണ് നമ്മളുടെ സ്റ്റീം കേക്കിൻ്റെ ടെക്സ്ചർ. ഞാൻ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഈ കാരമൽ സിറപ്പും ഒക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാനായിരിക്കും ടേസ്റ്റ് കൂടുതൽ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഹായ്, എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സ്റ്റീം പുഡിംഗ് കേക്കാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് കേക്കാണ് കേട്ടോ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഫങ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിയൊക്കെ നടക്കുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പഞ്ചസാര കാരമലൈസ് ചെയ്യണം. അപ്പം ഞാൻ ഈ ആവി കയറ്റുന്ന പാത്രം ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് തന്നെയാണ് പഞ്ചസാര ഇട്ട് കാരമലൈസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് നമ്മളിത് കാരമലൈസ് ചെയ്യുന്നത്. പഞ്ചസാര ഇവിടെ കാരമലൈസ് ആയി വരുന്നുണ്ട്. ഒരുപാട് ഇത് ബ്രൗൺ ആവാനായിട്ട് നിൽക്കണ്ട കേട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഈ പാത്രം ഗ്യാസിൽ നിന്ന് മാറ്റാം. ഇത്രയും മതിയാവും. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്ത ഉടൻ തന്നെ ഈ പാത്രം ഞാൻ ഗ്യാസിൽ നിന്ന് മാറ്റി വെക്കും. കാരണം ഈ ചൂടിൽ ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് മാറ്റേണ്ടത്. അപ്പം ഞാനിത് മാറ്റി വെച്ചിട്ട് നമുക്ക് കസ്റ്റാർഡിനുള്ള കൂട്ട് തയ്യാറാക്കാം. കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടി 4 മുട്ട ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ 400 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക്, 1/2 കപ്പ് പാല്. പിന്നെ ഇതിനോടൊപ്പം നിങ്ങൾക്ക് മധുരം ആവശ്യമാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു വിസ്ക് കൊണ്ട്, ഹാൻഡ് വിസ്ക് മതി കേട്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ വിസ്കായ ശേഷം ഇതിലേക്ക് നമുക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്കും ഈ എടുത്ത് വെച്ചിരിക്കുന്ന പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മുട്ടയായിട്ട് ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, നല്ല കട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് ഇതിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഇല്ലാതെയും നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു അരിപ്പെടുത്തിട്ട് ഒരു പാത്രം എടുത്ത് ഈ അരിപ്പിലേക്ക് 1-2 തവണ ഇതൊന്ന് അരിച്ചൊഴിക്കാം. കണ്ടോ, അരിക്കുമ്പം ഇതുപോലെ തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ കിടക്കും. ഞാനിവിടെ 2 പ്രാവശ്യം മാത്രമേ അരിച്ചെടുത്തിട്ടുള്ളൂ. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനില്ലേ, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രം ഇവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ കസ്റ്റാർഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുവാണ്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കണം. അതിലേക്ക് ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മൈദാമാവ്. 1 കപ്പ് എന്ന് പറയുമ്പം 250 ml കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിൻ്റെ ആവശ്യത്തിന് എടുക്കണം. ഇത് ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പൊടിച്ച ശേഷമാണ് 1/2 കപ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഏത് പാൽപ്പൊടി വേണമെങ്കിലും നമ്മൾക്ക് ഇതിനായിട്ട് എടുക്കാം. 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പും കൂടിയിട്ട് ഇതൊന്ന് അരിച്ചിടാം. ഇനി
നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ വീണ്ടും 2 ബൗൾ എടുക്കണം. പിന്നെ വേണ്ടത് 4 മുട്ടയാണ്. ഈ മുട്ടയുടെ മഞ്ഞ ഒരു ബൗളിലും മുട്ടയുടെ വെള്ള മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. മുട്ടയുടെ വെള്ള മാറ്റി വെച്ചിട്ട് ഈ മുട്ടയുടെ മഞ്ഞ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1/4 കപ്പ് വെള്ളമാണിത്. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഹാൻഡ് വിസ്ക് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ മുട്ടയുടെ മണം വരാതിരിക്കാനാണ് നമ്മൾ വാനില എസൻസ് ചേർത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഈ അരിച്ച് വെച്ചിരിക്കുന്ന മാവിൻ്റെ കൂട്ടില്ലേ, ഇതിലേക്ക് ഈ മുട്ടയുടെ മഞ്ഞയുടെ കൂട്ടൊഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്യുന്ന ഈ ടൈമിൽ ഞാനിവിടെ 1 നുള്ള് പെർമിറ്റഡ് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല. കേക്കിനൊരു കളർ കിട്ടാനാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത്. കട്ടയില്ലാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയില്ലേ, അത് നമ്മൾക്ക് ഇതുപോലത്തെ ഹാൻഡ് വിസ്ക് കൊണ്ടും ബീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ കൊണ്ടും ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഇലക്ട്രിക് ബീറ്റർ കൊണ്ടാണ് ഈ മുട്ടയുടെ വെള്ള അടിച്ചെടുക്കാൻ പോകുന്നത്. നമ്മൾ ഈ മുട്ട അടിക്കുന്നതിന് മുൻപേ തന്നെ ഒരു പാത്രത്തിൽ, കുറച്ച് വലിപ്പമുള്ള പാത്രം, അതായത് നമ്മൾ ആവി കയറ്റുന്ന ആ പാത്രം ഉള്ളിൽ നിൽക്കത്തക്ക രീതിയിൽ വലിപ്പത്തിലുള്ള ഒരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് തിളയ്ക്കാനായിട്ട് വെക്കണം. അപ്പം ഇത് ചൂടാകുന്ന സമയം കൊണ്ടാണ് നമ്മൾ മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു ട്രേ വെച്ചിട്ട് ഈ ആവിയേറ്റേൻ്റെ പാത്രം വെച്ച് ഇത് ആവിയേറ്റിയാണ് എടുക്കുന്നത്. ഞാനിവിടെ മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. സ്ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം സ്പീഡ് കൂട്ടാൻ. നല്ലതുപോലെ പതഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഇത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിവിടെ പതഞ്ഞ് വരുമ്പോഴേക്കും ഞാനിവിടെ 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കും. 1/2 ടീസ്പൂൺ മാത്രം മതി കേട്ടോ, കൂടുതൽ വേണ്ട. ഇതിവിടെ നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. നമ്മളിത് കമഴ്ത്തിയാൽ താഴെ വീഴില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഈ കേക്കിൻ്റെ കൂട്ടിലേക്ക് ഈ മുട്ടയുടെ വെള്ള കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം. ഇളക്കി മറിച്ച് കളയരുത്. അതൊക്കെ ഫോൾഡ് ചെയ്ത് എടുക്കണം. അടി ചേർത്ത് വേണം നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കാനുള്ളത്. കണ്ടോ, ഈ കേക്കിൻ്റെ കൂട്ട് നല്ല ഒരു സോഫ്റ്റ് ഡോ ആയി മാറി. മുട്ടയുടെ വെള്ള ഞാനിവിടെ കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനിത് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡിൻ്റെ കൂട്ടെടുക്കാം. ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ കസ്റ്റർഡിൻ്റെ കൂട്ടിന് മുകളിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മീതെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അടിയിലോട്ട് പോയാലും പ്രശ്നമൊന്നുമില്ല. ഇത് അടിയിലേക്ക് പോകില്ല. അങ്ങനെ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇതിനുള്ളിലൊന്ന് ഇളക്കി കളയരുത് കേട്ടോ. ഇനി നമുക്കിത് ആവിയേറ്റാനായിട്ട് മാറ്റാം. വെള്ളം ഇവിടെ ചൂടായി തിളയ്ക്കുന്നുണ്ട്. ഈ സമയം ഞാൻ ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കും. അതിന് മുകളിൽ നമുക്ക് ഈ ആവിയേറ്റേണ്ട ട്രേ വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് 30-35 മിനിറ്റ് ഇത് ആവിയേറ്റി എടുക്കണം. ഇത് കണ്ടോ, ഈ കേക്ക് ഇവിടെ പൊങ്ങി വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഗ്ലാസിൻ്റെ ലിഡായതുകൊണ്ടാണ് നിങ്ങൾക്ക് എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ സാധിക്കുന്നത്. ഞാനിത് ഓപ്പൺ ചെയ്യത്തില്ല കേട്ടോ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്ചർ മാറിപ്പോവും. അപ്പം ഇതിവിടെ ഇരുന്ന് സാവകാശം ബേക്കാവട്ടെ. ഞാനൊരു ഹൈക്കും മീഡിയത്തിനും ഇടയിലാണ് ഫ്ലെയിം വച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ടാണ് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചതും നമ്മൾക്ക് ഈ ആവിയേറ്റാനുള്ള പാത്രം ഇതിലേക്ക് വെച്ചതും. ഇപ്പോഴും ഹൈക്കും മീഡിയത്തിലും ഇടയിലുള്ള ഫ്ലെയിമിൽ തന്നെയാണ് ഇത് സ്റ്റീം ആയിക്കൊണ്ടിരിക്കുന്നത്.
ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു സ്ക്യൂർ കൊണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ താഴ്ത്തി കുത്തി നോക്കാം. അപ്പം ഇത് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്യൂർ ക്ലിയർ ആയിട്ട് വരും. ഇതുപോലെ നല്ല താഴ്ത്തി വെച്ചിട്ട് വേണം എടുക്കാനുള്ളത്. ഇത്രയും ഹൈറ്റിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് ടൂത്ത് പിക്ക് ശരിയാവത്തില്ല. കണ്ടോ, കാണാമല്ലോ, സ്ക്യൂർ നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ഇതിവിടെ കറക്റ്റായിട്ട് സ്റ്റീം ആയിട്ടുണ്ടെന്നാണ്. അപ്പം ഇത്രയും മതിയാവും. കണ്ടോ, നമ്മളിത് അടപ്പ് തുറക്കുമ്പോഴേക്കും ഇത് കുറച്ചൊന്ന് താഴ്ന്നു പോകും. അത് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നമ്മൾ ഈ സ്റ്റീം ചെയ്യുന്നത് പുറത്തെടുത്ത് വെച്ച് നല്ല തണുത്ത ശേഷം മാത്രമേ സൈഡൊന്ന് ഇളക്കി വിട്ടിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാവൂ. അല്ലാതെ നമ്മൾ ചൂടോടെ മാറ്റാൻ ശ്രമിക്കരുത്. ഞാനിത് പുറത്തേക്ക് മാറ്റുവാണ്. കണ്ടോ, കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനി ഇവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. തണുത്ത ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിവിടെ തണുത്തിട്ടുണ്ട്. തണുക്കുമ്പോൾ കണ്ടോ, ഇതിൽ നിന്ന് താനെ വിട്ട് വരും. എന്നാലും ഞാനൊരു സ്പാച്ചിലുണ്ട് ഇതിൻ്റെ സൈഡൊന്ന് വിടിയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റീം കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എൻ്റെ അടുത്ത് ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, കുറച്ച് നാൾ മുൻപ് ഇടയ്ക്കിടയ്ക്ക് കസ്റ്റാർഡ് കേക്ക് ഇടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഓരോരോ റെസിപ്പി ഇടുന്ന കൂട്ടത്തിൽ ഇതിങ്ങനെ ഡിലേ ആയിപ്പോയതാണ്. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ആ വ്യൂവർ ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ സ്റ്റീം ചെയ്ത ഈസി ആയിട്ടുള്ള കസ്റ്റർഡ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.